ഇപ്പോൾ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ നമ്മളിപ്പോൾ പറയേണ്ട കാര്യം എന്താ? അല്ല, ഇപ്പോൾ സുപ്രീം കോടതി റിവ്യൂ അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ വിധിയിൽ. അല്ല, അങ്ങനെ കോടതി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് ഈ ഞാൻ പറയട്ടെ, സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ നിലപാടതല്ല. സുപ്രീം കോടതി അമിക്കസ് ക്യൂറിമാരെ വെച്ചു, അവർ വിധിയിലേക്ക് എത്തി. ഞാൻ മുഴുപ്പിക്കട്ടെ, ആ വിധി വന്നു. ആ വിധി വീണ്ടും സുപ്രീം കോടതിയുടെ തന്നെ ബെഞ്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ മുൻപിൽ ഇപ്പോൾ എന്താ? പുനഃപരിശോധനയാണ്. പുനഃപരിശോധനയ്ക്ക് മുമ്പ് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? 7 കാര്യങ്ങൾ തീരുമാനിക്കണം. അത് തീരുമാനിച്ചാലേ മറ്റേക്ക് വരുള്ളൂ. അത് 7 കാര്യങ്ങൾ അറിയിക്കല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒബ്ജക്റ്റ് 7. ഇപ്പം ഇതിൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ല ഞാൻ ചോദിക്കുക, ഈ ആർട്ടിക്കിൾ 25-26 കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന് ഇൻ്റർപ്ലേ എങ്ങനെയായിരിക്കണം? നമ്മൾ നേരെ സ്വിച്ചിട്ടോ എസ് എന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ എല്ലാ വ്യാഖ്യാനങ്ങളും നന്നായി ചർച്ച ചെയ്യേണ്ടി വരും. ഭരണഘടനാ വിദഗ്ധരായിട്ട് എല്ലാ വിഭാഗവുമായിട്ടൊക്കെ ആലോചിക്കേണ്ടി വരും. 2, വാട്ട് ഈസ് സ്വീപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഓർഡർ മൊറാലിറ്റി? ഇത് ഒരു പത്രസമ്മേളനത്തിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ ഇത്. ടെക്നിക്കൽ സുപ്രീം കോടതിയുടെ അല്ല, ഞാൻ വ്യക്തമാക്കിയത് എന്താ, സർക്കാർ നേരത്തെ തന്നെ എന്താ പറഞ്ഞിരുന്നത്? ഈ വിഭാഗത്തിൽ നല്ല ആഴത്തിലുള്ള പണ്ഡിതന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരുമായി ഇതല്ലേ ഞങ്ങളുടെ പൊസിഷൻ നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആ കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങളുടെ പഴയ പൊസിഷനാണോ? ഏത് തീരുമാനമാകുമായിരുന്നു? അല്ലല്ല, ഓരോന്നാകട്ടെ. എന്ത് തീരുമാനമാകാമായിരുന്നു? നിങ്ങൾ കാണേണ്ടത് അത് സുപ്രീം കോടതിയുടെ മുൻപിൽ നമ്മൾ കൊടുത്തതാണല്ലോ. സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് പറയുകയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിധി അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ അഫിഡാവിറ്റ് നിൽക്കുമെന്ന് പറയാൻ സാമാന്യ നിയമത്തെക്കുറിച്ച് അടിസ്ഥാന ധാരണ ഒരാൾക്ക് പറ്റുമോ? അല്ല, അദ്ദേഹത്തിന് വ്യക്തത വരുത്തട്ടെ. ഓരോന്ന് ഏറ്റെടുക്കാം നമുക്ക്. നമ്മുടെ ഒരു ആവശ്യം സുപ്രീം കോടതി വെച്ചല്ലോ, സുപ്രീം കോടതി അംഗീകരിച്ചില്ല, നിങ്ങളവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇതിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പം പരിശോധിക്കില്ലെന്ന് സുപ്രീം കോടതി തന്നെ എന്ത് പറഞ്ഞു? ഇത് തിരുത്തണോ ഇല്ലയെന്നോ ഇപ്പം തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ വരട്ടെ. നമ്മളെന്തിനാ നിങ്ങൾ ഇത്തിരി സുവർണാവസരം വല്ലതും കിട്ടുമെന്ന് ചാരിത്ത് എടുക്കപ്പെടേണ്ട. ഇത് സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ടുള്ള വ്യാഖ്യാനത്തിൻ്റെ അതിവിപുലമായൊരു സാധ്യത സുപ്രീം കോടതി തുറന്നിട്ടിരിക്കുന്നു. അത് ഞാൻ മുഴുവനാക്കട്ടെ എന്ന്. ഇന്നിപ്പോൾ കൊടുക്കണ്ടല്ലോ, ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് മുമ്പ് കൊടുക്കണ്ടല്ലോ, ഞങ്ങൾക്കൊരു സമയമുണ്ടല്ലോ. ഈ ഭരണഘടനാ പ്രശ്നങ്ങൾ നേരെ നമുക്ക് ഇങ്ങനെയൊന്നും ചർച്ച ചെയ്യാൻ പറ്റുന്നതാണോ? ഞാൻ വായിച്ചില്ലേ. അത് വച്ചിട്ട് ഞങ്ങൾ നല്ല പരിശോധന നടത്തും, ചർച്ച നടത്തും. ഞങ്ങളെപ്പോഴും വിശ്വാസ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ, അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ താല്പര്യങ്ങൾ, ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടല്ലേ ഞങ്ങൾ അന്ന് അഫിഡാവിറ്റ് കൊടുത്തത്. ഞങ്ങളുടെ അന്നത്തെ അഫിഡാവിറ്റ് വളരെ കൃത്യമല്ലേ. നിങ്ങൾ ആ ഭാഗം 4ാമത്തെ പാരഗ്രാഫ് അന്ന് ഈ വിവാദങ്ങൾ വന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും മറച്ചു വെച്ചു എന്നതല്ലേ യാഥാർത്ഥ്യം. ഏതിലാ? അത് ഇതുമായിട്ട് എന്താ ബന്ധം? അത് നമ്മൾ കാണേണ്ടത് വനിതാ മതിലിൻ്റെ മുകളിൽ കൂടെയാണ് ആളെ കൊണ്ടുപോകും, അല്ലല്ലോ. ഇവിടെ കാണേണ്ടത് സുപ്രീം കോടതി എല്ലാം കേട്ടിട്ട് വിധി പ്രഖ്യാപിച്ചു. അതേ സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതേ സുപ്രീം കോടതി തന്നെ പറഞ്ഞു റിവ്യൂ ചെയ്യുന്നതിന് മുൻപ് 7 പ്രശ്നങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണം. അതിനുശേഷമാണ് ഇത് പറഞ്ഞല്ലോ
ദ റിവ്യൂ പെറ്റീഷൻ വെർ അഡ്ജൻഡ് ടിൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബൈ എ ലാർജർ ബെഞ്ച്. അതിവിശാലമായൊരു ബെഞ്ച് ഇപ്പം ഇതിൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇവർ വിധി വരികയാണ്. നമ്മളെല്ലാം പറയുന്നു PIL സാധാരണ പൊതുതാൽപ്പര്യ ഹർജിയുടെ ലോക്കൽ സ്റ്റാൻഡിൽ നിന്ന് വ്യത്യസ്തമാണ്, ഇതിങ്ങനെയാണ് എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ കേസ് തന്നെ നിന്നിൽ പോവും.